ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി പറയാട്ടോ. ഒന്നാമത്തേത്, നമ്മുടെ കൊതുകുകൾ വന്ന് മുട്ടയിട്ടാല് 7 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അത് മുട്ട വിരിഞ്ഞ് ലാർവയായി പൂപ്പയായിട്ട് പിന്നീട് അത് കൊതുകായി മാറും. അപ്പോൾ 7 ദിവസത്തിനുള്ളിൽ തന്നെ അത് ചെരിച്ചു കളയണം. അല്ലെങ്കിൽ അത് ഒന്നാന്തരം ഒരു കൊതുക് വളർത്ത് കേന്ദ്രമായി മാറും. അപ്പൊ അത് നമ്പർ 1. നമ്പർ 2, ഇത് ഒഴിച്ചു കളയുമ്പോൾ ഒരിക്കലും നനവുള്ള സ്ഥലത്ത് ഒഴിച്ചു കളയരുത്. നനവുള്ള സ്ഥലത്ത് അതല്ലെങ്കിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. നമ്മുടെ പറമ്പിൽ ഒരിടത്തും വെള്ളം കെട്ടി നിൽക്കരുത്. തുറന്ന മറ്റ് ചിരട്ടകളിലോ പാത്രങ്ങളിലോ ഒന്നും വെള്ളം ഉണ്ടാവാൻ അനുവദിക്കരുത്. ആകെ വെള്ളം നിർത്തേണ്ടത് ഈ ക്യാബേജ് ഇട്ട സ്ഥലത്ത് മാത്രമാണ് കേട്ടോ, ക്യാബേജ് ഇട്ട ബക്കറ്റിൽ മാത്രം. അപ്പോൾ അത് ഒഴിച്ചു കളയുമ്പോൾ ഉണങ്ങിയ സ്ഥലത്ത് തന്നെ ഒഴിച്ചു കളയണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ സൗകര്യമില്ല, മഴക്കാലമാണ്, ഇത് വീണ്ടും വെള്ളത്തിലേക്ക് പോകും, അല്ലെങ്കിൽ കനാലിലേക്കാണ്, കാനകളിലേക്കാണ്, ഓടകളിലേക്കാണ് നിങ്ങൾ ഇത് ഒഴിച്ചിടുന്നതെങ്കിൽ തീർച്ചയായും തിളച്ച വെള്ളം ഇതിന്റെ മുകളിൽ ഒഴിച്ച് ഇതിന്റെ കൂത്താടിയെ മുഴുവൻ നശിപ്പിച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കളയുക. അത് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ഈ പ്രോസസ്സ് തുടർച്ചയായി ഒരു 4 മാസമെങ്കിലും തുടരണം. കാരണം എന്താണെങ്കിൽ ചില കൊതുകുകൾക്ക് 4 മാസം വരെ ആയുസ്സുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക്, അതായത് സാധാരണ നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച്, ക്ലൈമറ്റിനനുസരിച്ച്, അവർക്ക് കിട്ടുന്ന ഭക്ഷണം അനുസരിച്ച്, അതായത് ബ്ലഡിന്റെ സോഴ്സൊക്കെ അനുസരിച്ചിട്ടാണ് കൊതുകുകളുടെ ആയുസ്. അതൊരു 4 ആഴ്ച മുതൽ ഏതാണ്ട് 2 മാസം വരെ നീണ്ടു നിൽക്കുന്ന ആയുസ്സുള്ള കൊതുകുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 4 മാസമെങ്കിലും ഈ പ്രോസസ്സ് എല്ലാ ആഴ്ചയും ആവർത്തിച്ചുകൊണ്ടിരിക്കണം. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കുറച്ച് ക്യാബേജ്, അത് വേസ്റ്റ് ക്യാബേജ് ഒരു ബക്കറ്റിലിട്ട് വെച്ചാൽ മതിയല്ലോ. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു കൊതുക് പുരാണം തന്നെ നമുക്ക് തുടങ്ങാം. കാരണം എന്താണെങ്കിൽ ഈ കൊതുകുകൾ, നമ്മുടെ കേരളത്തിൽ കാണുന്ന പ്രധാനമായ കൊതുകുകൾ അനോഫിലസ് ക്യൂലെക്സ്, നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ് അല്ലേ. എന്നാലും ഏഡിയസ്, അനോഫിലസ് ക്യൂലെക്സ്, മാൻസോണിയ, ഇങ്ങനെ 4 തരത്തിലുള്ള കൊതുകുകളാണ് കേരളത്തിൽ കൂടുതൽ കാണുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ഈഡിസ് ആണ്.